നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. മോഡൽ ഫറ്റോഡയിലെ അനധികൃത മത്സ്യമാർക്കറ്റ് ജനകീയ ആരോഗ്യവും ഗതാഗതവും ഭീഷണിയിൽ. SGPDA മാർക്കറ്റിലെ പാർക്കിംഗ് ഫീസ് കാരണം അനധികൃത മത്സ്യമാർക്കറ്റ് തുറന്നു. വെണ്ടർമാർ ട്രക്കുകളിൽ നിന്ന് മത്സ്യം ചെറുവാഹനങ്ങളിലേക്ക് മാറ്റുന്നത് റെസിഡൻഷ്യൽ പ്ലോട്ടുകളിൽ നടക്കുന്നത് കാരണം ഗതാഗതക്കുരുക്ക്, മലിനജല ചോർച്ച, ദുർഗന്ധം, ആരോഗ്യ പരിശോധനകളുടെ അഭാവം എന്നിവ ഉണ്ടാകുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഈ വിഷയത്തിൽ നാട്ടുകാർ സർക്കാരിനോട് അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. സ്വർണ്ണമോഷണ കേസിൽ മഹാരാഷ്ട്ര സ്വദേശികൾ അറസ്റ്റിൽ. 2.2 ലക്ഷം രൂപയുടെ സ്വർണം മോഷ്ടിച്ച കേസിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേരെ ബീച്ചോളിം പോലീസ് അറസ്റ്റ് ചെയ്തു. അനധികൃതമായി സ്വർണം കൈവശം വെച്ചതിനും മോഷണത്തിനും പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം തുടരുന്നു. ബാംഗ്ലൂർ ബെൽഗാം വന്ദേഭാരത് എക്സ്പ്രസ് വേഗതയുടെ പുതുയുഗം. ബാംഗ്ലൂർ ബെൽഗാം വന്ദേഭാരത് എക്സ്പ്രസ് സർവീസ് ഇന്നു മുതൽ ആരംഭിക്കുന്നു. 8 മണിക്കൂറും 20 മിനിറ്റും കൊണ്ട് 611 കിലോമീറ്റർ ദൂരം പിന്നിടുന്ന ഈ ട്രെയിൻ ബെൽഗാമിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകാനുള്ള ഏറ്റവും വേഗതയേറിയ മാർഗമാണ്. ബുധനാഴ്ചകൾ ഒഴികെ ആഴ്ചയിൽ 6 ദിവസം ഈ ട്രെയിൻ സർവീസ് നടത്തും. യശ്വന്ത്പൂർ, തുംകൂർ, ദാവങ്കരെ, ഹവേരി, ഹൂബ്ലി, ധാർവാഡ് എന്നിവിടങ്ങളിൽ ട്രെയിൻ നിർത്തും. ബെൽഗാമിൽ നിന്ന് രാവിലെ 5:20 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 ബാംഗ്ലൂരിലെത്തും. തിരിച്ചുള്ള യാത്ര ഉച്ചയ്ക്ക് 2:20 ബാംഗ്ലൂരിൽ നിന്ന് ആരംഭിച്ച് രാത്രി 10:40 ബെൽഗാമിലെത്തും. ടിക്കറ്റ് നിരക്കുകൾ ഭക്ഷണം ഉൾപ്പെടെ AC ചെയർകാറിന് 1575 എക്സിക്യൂട്ടീവ് ചെയർകാറിന് 2905 ബാലി PHCയിൽ 6 ഡയറിയ കേസുകൾ. ബാലി പ്രൈമറി ഹെൽത്ത് സെന്ററിൽ 6 ഡയറിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഡ്ബോനയിൽ സർക്കാർ ആരോഗ്യ മുൻകരുതലുകൾ ശക്തമാക്കി. ശുചിത്വവും ജലസുരക്ഷയും ഉറപ്പാക്കാൻ അധികാരികൾ ശ്രമിക്കുന്നതോടൊപ്പം രോഗവ്യാപനം തടയുന്നതിനായി ബോധവൽക്കരണ ക്യാമ്പയിനുകളും നടക്കുന്നുണ്ട്. മോപ്പ എയർപോർട്ടിൽ പാർക്കിംഗ് ഫീസ് വർധനവിനെതിരെ പ്രതിഷേധം. മോപ്പ എയർപോർട്ടിലെ GMR അധികൃതർക്ക് എല്ലാ ടാക്സി ഉടമകളും ഡ്രൈവർമാരും ചേർന്ന് ഒരു മെമ്മോറാണ്ടം സമർപ്പിച്ചു. അടുത്തിടെ വർദ്ധിപ്പിച്ച പാർക്കിംഗ് ഫീസ് പിൻവലിക്കണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. ഭാവിയിൽ ഫീസ് വർധനവിനെക്കുറിച്ച് ടാക്സി ഓപ്പറേറ്റർമാരുമായി ചർച്ച ചെയ്ത് ഒരുമിച്ച് തീരുമാനിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഈ വർധന ടാക്സി ഡ്രൈവർമാരുടെ ജീവനോപാധിയെ ബാധിക്കുന്നുവെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഗോവയിലെ ടാക്സി വ്യവസായത്തിന് എയർപോർട്ട് ഒരു പ്രധാന വരുമാന സ്രോതസ്സാണ്. എന്നാൽ ഉയർന്ന ഫീസ് ഡ്രൈവർമാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. GMR അധികൃതർ ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നൽകിയിട്ടില്ല. ടാക്സി ഓപ്പറേറ്റർമാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അനിവാര്യമാണ്. മോത്തി ഡോങ്കോർ ഷാൻഡികൾക്ക് പുതുജീവൻ നൽകി. ഗോവ നിയമസഭ പുതിയ ബിൽ പാസാക്കി. മോത്തി ഡോങ്കോർ, തൽസൻസോർ പ്രദേശങ്ങളിലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഗോവ നിയമസഭ പുതിയ ബിൽ പാസാക്കി നിയമസാധുത നൽകി. 1 ദശകത്തിലേറെയായി അധികൃതരുടെ മൂക്കിന് താഴെ വളർന്ന ഇത്തരം ചെറിയ വീടുകൾ വോട്ട് ബാങ്കായി മാറിയിരുന്നു. 2013 അക്വിൻ കമ്മ്യൂണിതാദിന്റെ ഭൂമിയിലെ 210 നിർമ്മാണങ്ങൾക്ക് പൊളിക്കൽ ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ താൽക്കാലിക സ്റ്റേ ഉത്തരവ് താമസക്കാർക്ക് ആശ്വാസം നൽകിയിരുന്നു. 2022 ദിഗംബർ കാമത്തിന്റെ BJP പ്രവേശനവും 2023 ബജറ്റിൽ ഭൂമി ഏറ്റെടുക്കൽ പ്രഖ്യാപനവും പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ 2025 മാർച്ചിൽ ഹൈക്കോടതി നിർമ്മാണങ്ങൾ പൊളിക്കണമെന്ന് ഉത്തരവിട്ടു. മദ്യപിച്ച് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയതിന് അറസ്റ്റ്. ബീച്ചോളിമിൽ മദ്യപിച്ച് ലഹരിയിൽ ആക്രോശിച്ച 3 പേർ പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറിയതിനെ തുടർന്ന് കസ്റ്റഡിയിലായി. ലഹരി ആസ്വദിക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഇവർ പോലീസിനെ വെല്ലുവിളിക്കുകയും സ്റ്റേഷനിൽ അനാവശ്യമായി ഇടപെടുകയും ചെയ്തു. രാത്രി വൈകിയാണ് സംഭവം നടന്നത്. പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുക, അനാവശ്യ ശല്യമുണ്ടാക്കുക എന്നീ കുറ്റങ്ങൾ ചുമത്തി. പോണ്ടയിൽ വ്യാജരേഖകൾ കെട്ടിച്ചമച്ചതിന് സ്ത്രീക്കെതിരെ കേസ്. പോണ്ട മുനിസിപ്പൽ കൗൺസിൽ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് വ്യാജ NOC തയ്യാറാക്കി വൈദ്യുതി, വെള്ളം കണക്ഷനുകൾ നേടിയെന്നാണ് ആരോപണം. PMC ചീഫ് ഓഫീസർ സുയേഷ് ഖണ്ടേപ്പർക്കറുടെ പരാതിയെ തുടർന്ന് PSI അനീഷ് വെലിപ്പ് അന്വേഷണം ആരംഭിച്ചു. വ്യാജരേഖകൾ ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന് കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗോവയിൽ കനത്ത മഴ മുന്നറിയിപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഓഗസ്റ്റ് 14, 15, 16 തീയതികളിൽ നോർത്ത് ഗോവയിലും സൗത്ത് ഗോവയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്കും 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കർശന നിർദ്ദേശം നൽകി. തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു.
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.